ഹായ് വെൽക്കം ടു ഗ്രീൻ ഒയാസിസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലുള്ള ഈ പ്ലാന്റ്സിൽ ഏതെടുത്താലും 40 രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്രെയിം വൈൻ പ്ലാന്റ്സ് ആണ്. നല്ല ഓറഞ്ച് കളറോട് കൂടി നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ഫ്രെയിം വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെഡിനില്ല പ്ലാന്റ്സ് ആണ്. നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് മെഡിനില്ല പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് റെയിൻ ലില്ലി പ്ലാന്റ്സ് ആണ്. മഴക്കാലത്ത് മനോഹരമായ പൂക്കളെ സമ്മാനിക്കാൻ വേണ്ടി പേര് കേട്ട ചെടികളിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഈ റെയിൻ ലില്ലി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വെള്ള, പിങ്ക്, മഞ്ഞ, ഓറഞ്ച് എന്നീ കളറിലൊക്കെ ഇതിനകത്ത് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. ഒരുപാട് പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ്സ് ആണ് റെയിൻ ലില്ലി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ധാരാളം വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ്സ് നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബബിൾ പ്ലാന്റ് ആണ്. ബബിൾ പ്ലാന്റിൻ്റെ ജിഫി ടൈപ്പാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത്. അപ്പം ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നുമല്ല, എന്നിരുന്നാലും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ്സ് ആണ് ബബിൾ പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സ്ട്രോബെറി പ്ലാന്റ്സ് ആണ്. വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ സ്ട്രോബെറിയിൽ. കൂടാതെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് ഈ സ്ട്രോബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഈ സ്ട്രോബെറിക്ക് നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കാനുമുള്ള കഴിവുണ്ട്. വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗർഭിണികൾ ഈ സ്ട്രോബെറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സ്ട്രോബെറി കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പിങ്കാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 7-8 മാസങ്ങളിൽ തുടർച്ചയായിട്ട് പൂക്കളെ കാണാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത്. പിങ്ക് കളറോട് കൂടിയിട്ടുള്ള വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രേപ്പ് ജാസ്മിൻ പ്ലാന്റ്സ് ആണ്. വൈറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും ഇതിനകത്ത് കാണാൻ നമുക്ക് പറ്റുക. മുല്ലപ്പൂക്കളെ പോലെ തോന്നും, എന്നാൽ മുല്ലപ്പൂക്കളല്ല കേട്ടോ. നമ്പ്യാർവട്ടം എന്നീ പേരുകളൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ ക്ഷേത്രങ്ങളിൽ പൂമാലകൾ ഉണ്ടാക്കാനും അർച്ചനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗാർഡനിലും ഈ പ്ലാന്റ്സിന് നല്ല ഡിമാൻഡാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ബ്ലൂ കളറിൽ നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണിത്. 365 ദിവസങ്ങളിലും ഇതിനകത്ത് പൂക്കളുണ്ടാവും. നമ്മുടെ ഗാർഡൻ്റെ മനോഹാരിത നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഈ ബ്ലൂ ഡേയ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റിയോ പ്ലാന്റ് ആണ്. മോസസ് ഇൻ ദ ക്രാഡിൽ എന്നൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നല്ല കളർഫുൾ ഇലകളോട് കൂടിയ ഈ റിയോ പ്ലാന്റ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. നല്ല വൈറ്റ് കളറിൽ നല്ല സുഗന്ധം പരത്തുന്ന നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ്. ഈ ബട്ടർഫ്ലൈ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലകളായിരിക്കും. ചിത്രശലഭത്തിൻ്റെ ആ ഒരു ചിറകുകൾ പോലെയുള്ള ഇലകളാണ് ഇതിനകത്ത് വരുന്നത്. നല്ല പിങ്ക് നിറത്തോടു കൂടിയുള്ള പൂക്കളായിരിക്കും ഇതിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് കാറ്റലോഗ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.